യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദീനമായിരുന്നപ്പോൾ നടന്നൊരു സംഭവം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. 38-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കണം, മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. ഈ രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ 3 സമാധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. 1, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം. 2, ദൈവം തരുന്ന സമാധാനം, ദൈവത്തോടുള്ള സമാധാനം. അപ്പോൾ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സമാധാനം. ഇവിടെ ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ജീവിതത്തെ, നിന്റെ ഗൃഹകാര്യത്തെ നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കുക, യെശയ്യാവ് എന്ന പ്രവാചകൻ ശക്തനായ പ്രവാചകൻ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ അതിശക്തനാണ് യെശയ്യാവ്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച ദൈവപുരുഷൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും അപ്പോൾ തന്നെ തൻ്റെ അടിപ്പിണരുകളാൽ ഉണ്ടാകുന്ന സൗഖ്യത്തെക്കുറിച്ച് പോലും നമ്മളോട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ് എന്ന് പറയുന്നത്. ആ യെശയ്യാവ് എന്ന പ്രവാചകനാണ് ഈ ഹിസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് ദൂത് പറയുന്നത്. എന്താണ് ദൂത്? മരിക്കത്തക്ക രോഗം പിടിച്ചിരിക്കുന്ന ഹിസ്കിയാവിന്റെ അടുക്കൽ യെശയ്യാവ് എന്ന് പറയുകയാണ്, നിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ നീ ക്രമത്തിലാക്കിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, നീ മരിച്ചു പോകും, ഒരിക്കലും നീ സൗഖ്യമാകുകയല്ലെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു. അപ്പോൾ മാറ്റമില്ലല്ലോ, അത് പറഞ്ഞു. എന്നാൽ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, അപ്പോൾ ഹിസ്കിയാവ്, ഇത് കേട്ട മനുഷ്യൻ, ഈ ദൂത് കേട്ടയാള് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താണ് ദൂത്? മരിച്ചു പോകും എന്നുള്ളതാണ് ദൂത്. ആരാണ് ദൂത് പറഞ്ഞത്? യെശയ്യാവ് എന്ന പ്രവാചകനാണ് ദൂത് പറഞ്ഞത്. യെശയ്യാവിനോട് ആരാണ് ഇത് അറിയിച്ചത്? യഹോവയാണ് ഇത് അറിയിച്ചത്. എന്നാൽ ഈ ഒരു വിഷയത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചുവരിന്റെ നേരെ മുഖം തിരിച്ച ഒരു ഹിസ്കിയാവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. മുഖം തിരിച്ച് ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട്, 3-ാം വാക്യം ആരംഭിക്കുന്ന അങ്ങനെ, അയ്യോ എന്ന് വിളിച്ചുകൊണ്ട്, യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, യെശയ്യാവ് എന്ന പ്രവാചകൻ ദൂത് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ചില ചുവടുകൾ വെച്ചപ്പോൾ തന്നെ ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആ തകർച്ചയുടെ ദൂത് ഏറ്റെടുത്ത്, അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നല്ല, തൻ്റെ മുൻപിൽ ഒരു ലക്ഷ്യം തനിക്കുണ്ട്, ചിലതൊക്കെ തനിക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഹിസ്കിയാവ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ചുവരിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, യഹോവയാകുന്ന ദൈവം ഹിസ്കിയാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയുക, പ്രവാചകനോട് പറയുകയാണ്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരവും കൂടെ കൂട്ടാൻ പോവുകയാണ്. എൻ്റെ ഒരു ചിന്തയിൽ ചില മിനിറ്റുകൾക്ക് മുമ്പ്, ചില മണിക്കൂറുകൾക്ക് മുൻപ് ഹിസ്കിയാവ് എന്ന പ്രവാചകൻ യെശയ്യാവ് എന്ന പ്രവാചകനിൽ നിന്ന് കേട്ടത്, നീ ജീവിച്ചിരിക്കുകയില്ല, മരിച്ചു പോകും എന്നുള്ളതാണ്. ആ ദൂത് പറഞ്ഞത് ദൈവമാണ്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, കണ്ണുനീരോടുള്ള പ്രാർത്ഥനയും നിലവിളിയും ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുകയാണ്, ഇവിടെ ഒരു മാറ്റം വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചില തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാരണമാകും. 1, ശത്രുവിൻ്റെ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുകയും സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന. ഈ കാലഘട്ടത്തിൽ പരിഹസിച്ചും ദൈവത്തെ പഴി പറഞ്ഞും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചും
ഒക്കെ വെല്ലുവിളിച്ച് മുന്നേറുന്നവരുടെ പട്ടികയിൽ പോയാൽ അമ്പമ്പോ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ദൂത് ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരോട്, ഉപവസിക്കുന്നവരോട്, ചുവരിനോട് തിരിഞ്ഞ് മുഖം വെച്ച് കരയുന്നവരോട്, ബൈബിൾ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്നവരോട്, ദൈവസന്നിധിയിൽ ഓലോല കണ്ണുനീരൊഴുക്കുന്നവരോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അവൻ കറ്റ ചുമന്നുകൊണ്ട് ആർത്തു വിളിച്ചു വരും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് പോലും ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നെന്ന് ഈ ഭാഗത്തു നിന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. സത്യമല്ലേ? ഈ 5 വാക്യം വായിച്ചാൽ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 38 1 മുതൽ 5 വരെയുള്ള വാക്യം വായിച്ചാൽ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ മുൻപിൽ ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഒരു ദൈവപുരുഷന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, ഒരു അഭിഷിക്തന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, ഒരു മനുഷ്യന്റെ നിലവിളിയുടെ മുൻപിൽ അവന്റെ പേരും പെരുമാറ്റവും സാഹചര്യത്തെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റിമറിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത നാം തിരിച്ചറിയുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഈ വചനം കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നത്? വചനം കേട്ട് അത് നിങ്ങൾ ചെയ്യാതിരുന്ന് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകുവാനല്ല, ഇതനുസരിക്കുവാൻ വേണ്ടിയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വാസ്തവമായി ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദൈവികമായ ജഡ്ജ്മെന്റ്, ഒരു ന്യായവിധി ലോകമെമ്പാടും നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമതായി കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാകുന്ന മഹാവ്യാധികൾ നാം ലോകത്ത് കാണുന്നു. ഇതെല്ലാം ദൈവം അറിയാതെയോ വചനത്തിൽ ഇല്ലാത്തതോ ആയ ഒരു വസ്തുതയല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരുവനേ ഉള്ളൂ. ആ പരിഹാരകൻ ക്രിസ്തുയേശുവാണ്. എല്ലാ വിഷയങ്ങൾക്കും, സകല ചോദ്യങ്ങൾക്കും മറുപടി ഒരുവനിലേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിൽ മാത്രമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരം ഒറ്റ പുസ്തകത്തിലേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനമാകുന്ന ഈ തിരുവെഴുത്തുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരാഹ്വാനം സഭയോടും ദേശത്തോടും അതിശക്തമായ നിലയിൽ കർത്താവ് നൽകുകയാണ്. ഹല്ലേലൂയ. ഈ പുതിയ നിയമ ഭാഗത്തിൽ വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി, അല്ലേ? അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. ഈ ഭൂമിയിൽ ദൈവം ആരെന്നും ദൈവിക സ്വഭാവം എന്തെന്നും ദൈവത്തിന്റെ നേച്ചർ എന്തെന്നും വെളിപ്പെടുത്തിയ, ജീവിച്ചു കാണിച്ച, മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു കർത്താവ് പ്രാർത്ഥന നിരതനായിരുന്നു പല സന്ദർഭങ്ങളിലും. ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷം 11 അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, അവിടെ കാണുന്നത് അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് ഒരു സ്ഥലത്തല്ല, പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിച്ചു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ മാതൃക, നാം അനുഗമിക്കേണ്ടത്, നാം ആരാധിക്കേണ്ടത്, നാം ഉയർത്തേണ്ടത് മറ്റൊരു നാമമല്ല, മറ്റൊരു വ്യക്തിയല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, സ്വർഗാരോഹണ സമയങ്ങളെല്ലാം നാം പഠിച്ചാൽ യേശുവിൻ്റെ വിവിധ നിലകളിലുള്ള പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിനകത്ത്, ദൈവവചനത്തിനകത്ത്, വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് നമുക്കറിയാം 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന പശ്ചാത്തലം. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന നമ്മുടെ കർത്താവ്, ബൈബിൾ പറയുന്നു, അവൻ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിക്കുമ്പോൾ, ആ പദം വിട്ടുപോകല്, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി.
താഴോട്ട് വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ ലൂക്കോസ് പറയുന്നുണ്ട്, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യേശു കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ, സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറുമ്പോൾ ഒന്നാമത് ചെയ്തത് എന്ത് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച കർത്താവിന്റെ മുൻപിൽ എന്തു സംഭവിച്ചു? സ്വർഗം തുറന്നു. പ്രാർത്ഥിച്ച കർത്താവിന്റെ മുമ്പിൽ മറ്റെന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, മറുപടി ഉണ്ടായി. പലരുടെയും ചോദ്യത്തിന്റെ ഉത്തരം സ്വർഗം തുറന്ന് അവരോട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കാരണം ആ കൂട്ടത്തിൽ വട്ടം കൂടി നിൽക്കുന്ന പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ യോസഫിന്റെ പുത്രനല്ലയോ? ഇവൻ മറിയയുടെ മകനല്ലയോ? ഇവൻ ആ നസ്രയത്തുകാരനല്ലയോ? ഇവൻ ആ ഗലീലക്കാരനല്ലയോ? വിവിധ നിലകളിലുള്ള ചോദ്യങ്ങളും ആശങ്കകളും സംശയങ്ങളും യേശു കർത്താവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അവരുടെ അകത്തുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾക്ക് മറുപടിയായി യേശു അല്ല വാ തുറന്നത്, യേശു അല്ല അത് തെളിയിക്കാൻ പോയത്. യോർദാന്റെ നദിയിൽ സ്നാനപ്പെട്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ആ പുത്രന്റെ മുൻപിൽ സ്വർഗം തുറന്ന് മറുപടി പറയേണ്ടവനോട് സ്വർഗം മറുപടി പറഞ്ഞെങ്കിൽ ആ ദൈവം ഇന്ന് മോർച്ചറിയിലല്ല, ആ ദൈവം ഇന്ന് ഏതെങ്കിലും സെമിത്തേരിയിലല്ല, ആ ദൈവം ഇന്ന് ഏതെങ്കിലും കല്ലറയിലല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചുകൊണ്ട് പറയുകയാണ്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠമായിരിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്കും ഉത്തരമരുളും. സ്വർഗത്തിലെ ദൈവം പുത്രനും അവിടെ നിന്ന് മുഴുവൻ ആൾക്കാർക്കും മറുപടി കൊടുത്തു. ആ മറുപടി വെളിപ്പെട്ടത് പ്രാർത്ഥനയുടെ മുൻപിലാണ്. 2, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, എപ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്റെ മേൽ പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നത്? സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ 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 പെന്തിക്കോസ് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവെ പിന്മഴ നൽകാന്നുള്ള പാട്ട് 15 തവണ ആവർത്തിച്ച് പാടുമ്പോൾ വെളിപ്പെടുന്ന എന്തോ ഒരു ഇളക്കമല്ല പരിശുദ്ധാത്മാവിന്റെ ചലനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവിന്റെ ചലനം എന്ന് പറയുന്നത്. അന്നും ഇന്നും എന്നും പ്രാർത്ഥിക്കുന്നവന്റെ മേളിൽ, സ്വർഗത്തിലേക്ക് നോക്കുന്നവന്റെ മേളിൽ, കാത്തിരിക്കുന്നവന്റെ മേളിൽ, ആഗ്രഹിക്കുന്നവന്റെ മേളിൽ ഇറങ്ങി വരുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ 120 പേർ ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരവിടെ ക്യാരംസ് കളിക്കുകയല്ലായിരുന്നു, അവരവിടെ ചെസ് കളിക്കുകയല്ലായിരുന്നു, അവർ TV കാണുകയല്ലായിരുന്നു. ആ 120 പേർ ഒന്നിച്ചു കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിലാണ് പെന്തിക്കോസ് നാളിൽ കൊടിയ കാറ്റാൽ ഇടി മുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി അവരോരോരുത്തൻ അന്യഭാഷയിൽ സംസാരിച്ചത്. ഇന്നും പ്രാർത്ഥിക്കുന്നവനെ പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനിൽ ദൈവശക്തി വർദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നവനിൽ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി, സ്വർഗം ജനത്തോട് സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, 1, യേശു തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്, പ്രാർത്ഥനയോടെയാണ്. 2, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷയിൽ ഉടനീളം 5 അപ്പവും 2 മീനും കയ്യിലെടുത്തിട്ട് ഒരു മജീഷ്യൻ കാണിക്കുന്നത് പോലെ എന്തൊക്കെയോ കാണിച്ച് വിളമ്പുകയല്ലായിരുന്നു. 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ വർധനവുണ്ടായി. അതെ, പ്രാർത്ഥനയിൽ വർധനവുണ്ടാകും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ കുറച്ചു കളയുന്ന, പ്രാർത്ഥിക്കുന്നവനെ ഇല്ലാതാക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ ഒടച്ചു കളയുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ തലമുറയും അവൻ്റെ നന്മകളെയും വർദ്ധിപ്പിക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ വർധനവുണ്ടായി.